പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പൊതുവേദിയിൽ വെച്ച് കീറിയെറിഞ്ഞ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ സംസ്ഥാനത്തോടുള്ള അവഹേളനമാണെന്ന് പ്രഖ്യാപിച്ച മമത, ഡൽഹിയുടെ ഔദാര്യത്തിനായി കാത്തുനിൽക്കാതെ സംസ്ഥാനം സ്വന്തമായി പുതിയ ഗ്രാമീണ തൊഴിൽ പദ്ധതി നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഈ സംഭവത്തിലൂടെ. റാസ്മേല ഗ്രൗണ്ടിൽ തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ച വമ്പൻ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഔദ്യോഗിക കുറിപ്പ് മമതാ ബാനർജി കീറിയെറിഞ്ഞത്. കേന്ദ്രം ബംഗാളിനോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ അവർ ആഞ്ഞടിച്ചു. അസൂയയും വിദ്വേഷവും കാരണം കേന്ദ്രം ഫണ്ടിനെ ഒരു ആയുധമായി ഉപയോഗിച്ച് ബംഗാളിലെ ഗ്രാമീണ ക്ഷേമ പദ്ധതികളെ ഞെരുക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. കേന്ദ്രത്തിന്റെ നിലപാടുകൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് തടയിടാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും അവർ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥകൾ അസംബന്ധവും അപ്രായോഗികമാണെന്ന് മമത ചൂണ്ടിക്കാട്ടി. കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച കത്ത് പരാമർശിച്ചുകൊണ്ട് സംസാരിക്കവെയാണ് അവർ നിർദ്ദേശങ്ങളിലെ കർശനമായ നിബന്ധനകൾ എടുത്തു പറഞ്ഞത്. ഓരോ പാദത്തിലും തൊഴിൽ ബജറ്റ് സമർപ്പിക്കുക, ജോലിക്ക് മുമ്പ് തൊഴിലാളികൾക്ക് നിർബന്ധിത പരിശീലനം നൽകുക തുടങ്ങിയവയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ച പ്രധാന വ്യവസ്ഥകളിൽ ചിലത്. ഡിസംബർ 6 മുതൽ ത്രൈമാസ തൊഴിൽ ബജറ്റ് സമർപ്പിക്കണമെന്നാണ് ലഭിച്ച കത്തിൽ പറയുന്നത്. കർശനമായ ഒരു വ്യവസ്ഥയാണിത്. എന്നാൽ ഇതൊക്കെ ചെയ്യാൻ എവിടെയാണ് സമയം? ഇത് ഡിസംബർ മാസമാണ്. അടുത്ത വർഷം ആദ്യം തിരഞ്ഞെടുപ്പ് വരും. പരിശീലനം നൽകണമെന്നും അവർ പറയുന്നു. നിങ്ങൾ എപ്പോൾ പരിശീലനം നൽകും? എപ്പോൾ ജോലി കൊടുക്കും? ഇതൊരു അവഹേളനമായി താൻ കാണുന്നു. ഈ കടലാസ ക്ഷണത്തിന് ഒരു വിലയുമില്ലെന്ന് ഞാൻ പറയുന്നു എന്നാണ് മമതാ ബാനർജി ജനക്കൂട്ടത്തോടെ വിശദീകരിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചതിലൂടെ കേന്ദ്രം സാധാരണക്കാരായ തൊഴിലാളികളോടും സംസ്ഥാനത്തോടും നീതികേട് കാണിക്കുകയാണെന്ന് മമത ആരോപിച്ചു. ഇതിനൊരു പ്രതികരണം എന്ന നിലയിലാണ് അവർ രൂക്ഷമായ ഭാഷയിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ഔദ്യോഗിക രേഖ വലിച്ചുകീറുകയും ചെയ്തത്. കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ തന്നെ സംസ്ഥാനം സ്വന്തം നിലയിൽ ഗ്രാമീണ തൊഴിൽ ഉറപ്പാക്കുമെന്നും അതിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്നും മമത പ്രഖ്യാപിച്ചു. ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചെത്തും. നിലവിൽ കർമ്മശ്രീ പദ്ധതിക്ക് കീഴിൽ ഞങ്ങൾ 70 ദിവസത്തെ തൊഴിൽ നൽകുന്നുണ്ട്. അത് 100 ദിവസമായി ഉയർത്തും. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ട എന്നവർ ജനങ്ങളെ സാക്ഷിയായി പ്രതിജ്ഞ എടുത്തു. ഡൽഹിയുടെ കനിവിനായി കാത്തുനിൽക്കാതെ സംസ്ഥാന വിഭവങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായി പദ്ധതി നടപ്പാക്കാനുള്ള തൃണമൂൽ സർക്കാരിന്റെ തീരുമാനം കേന്ദ്രത്തിനൊരു ശക്തമായ മറുപടിയാണ്. ബംഗാളിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും സംസ്ഥാനത്തിന്റെ അർഹമായ വിഹിതം തടഞ്ഞുവെച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ ജീവിതോപാധിയെ ബാധിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള വിഷയങ്ങളിൽ പോലും കേന്ദ്രം രാഷ്ട്രീയം കലർത്തുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് തടസ്സമുണ്ടാക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ മമതാ ബാനർജി സ്വീകരിച്ച കടുത്ത നിലപാട് സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിക്കാനും കാരണമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാടുകൾ ന്യായീകരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന സന്ദേശമാണ് മമതയുടെ പ്രവർത്തനത്തിലൂടെ നൽകിയിരിക്കുന്നത്. നേരത്തെയും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട GST വിഹിതം, പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ടുകൾ എന്നിവയുടെ പേരിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ചുള്ള തർക്കവും ഉയർന്നിരിക്കുന്നത്. ബംഗാളിലെ ഗ്രാമീണ ജനതയുടെ ക്ഷേമം മുൻനിർത്തിയാണ് സംസ്ഥാനം സ്വന്തമായി പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതെന്നാണ് തൃണമൂൽ നേതാക്കൾ അവകാശപ്പെടുന്നത്. മമതാ ബാനർജിയുടെ ഈ പ്രസ്താവനകളും പ്രവൃത്തിയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമായി മാറുമെന്നതിലും സംശയമില്ല. കേന്ദ്ര സർക്കാരിന്റെ വിവേചനം എന്ന വിഷയം തൃണമൂൽ കോൺഗ്രസ് ജനങ്ങൾക്കിടയിൽ സജീവ ചർച്ചയാകാൻ ശ്രമിക്കുമെന്നും അതിലൂടെ സംസ്ഥാനത്തിന്റെ വികാരം സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പരസ്യമായി കേന്ദ്രത്തിന്റെ നിർദ്ദേശം വലിച്ചു കീറുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ര സാധാരണമായ ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഈ നടപടി കൂടുതൽ ദേശീയ ശ്രദ്ധ നേടാനും സാധ്യതയുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് കനത്ത സാമ്പത്തിക ഭാരം ഏറ്റെടുക്കേണ്ടി വരുമെന്നതും തീർച്ചയാണ്. എങ്കിലും രാഷ്ട്രീയപരമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന ശക്തമായ സന്ദേശമാണ് മമത ഇതിലൂടെ നൽകിയിട്ടുള്ളത്. കർമ്മശ്രീ പദ്ധതിയുടെ കീഴിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ആശ്വാസമാവുമെന്നും എന്നാൽ ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എങ്ങനെ കണ്ടെത്തുമെന്നതും പ്രധാനമാണ്. ഒരർത്ഥത്തിൽ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര തർക്കങ്ങളുടെ പുതിയൊരു അധ്യായമായാണ് ബംഗാളിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്.
സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നേതാവെന്ന പ്രതിച്ഛായ ഉറപ്പിക്കാൻ മമതാ ബാനർജിക്ക് ഈ സാഹചര്യം ഒരു അവസരം നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നും ബംഗാളിലെ ജനങ്ങൾ ഈ രാഷ്ട്രീയ നീക്കത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു.